അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയുമുണ്ട്. ഈ പിഴയടച്ചില്ല എങ്കിൽ 6 മാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാം എന്നാണ് തോന്നുന്നത്. ഏതായാലും കിട്ടിയിട്ടില്ല. അതെ, പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു. ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ ലൈഫ് അല്ലെ ഡെത്താണ്. അപ്പോൾ ലൈഫ് കൊടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കാം പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാതിരുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും. ഏതായാലും കോടതി വിധിയെ സ്നേഹത്തോട് ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. കൺകറൻ്റ് എന്നാണ് പറയുന്നത്. ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നാണ് കോടതി വിധിയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നിച്ചനുഭവിച്ചത് ലൈഫ് എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയാണ്, അല്ലാതെ പ്രത്യേക ടേമൊന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നീട് അതിൻ്റെ ജയിൽ അതോറിറ്റി അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ തീരുമാനിക്കുന്നതാണ് മറ്റു കാലയളവ്. ഏതായാലും ജീവിതാന്ത്യം വരെയാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ നിയമം മൂലം നിഷ്കർഷിച്ചിട്ടുള്ളത്. 2 ലക്ഷം രൂപയാണ് 302 വകുപ്പ് പ്രകാരം കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 2 ലക്ഷം രൂപയാണ് അതിൻ്റെ ഫൈന് ചുമത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 449 വകുപ്പ് പ്രകാരം 25,000 രൂപയാണ് ഫൈന് ചുമത്തിയിട്ടുള്ളത്. അത് വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ്റെ വാദം ആ രീതിയിലുള്ള വാദം കോടതി അംഗീകരിക്കാതിരുന്നത്? വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ പണം അടച്ചില്ലെങ്കിൽ അതിനുശേഷം 6 മാസവും അതുപോലെ തന്നെ 1 മാസവും കൂടി അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും.